Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIIMS Nagpur. In we'll get into part 4 of the chapter photosynthesis in higher plants. നമ്മൾ ഓൾറെഡി എന്തൊക്കെ സോൾവ് ചെയ്തിരുന്നു? MCQs സോൾവ് ചെയ്തിരുന്നു 14 ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പിലെ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിരുന്നു. 12th ക്വസ്റ്റ്യൻ വരെ സോൾവ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തൊട്ട് നോക്കാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ 11th ഉം 12th ഉം ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ 11th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് പ്രോഡക്ട്സ് ഫോം ഡ്യൂറിംഗ് ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ആർ യൂസ് ടു ഡ്രൈവ് ഡാർക്ക് റിയാക്ഷൻ. അവർ ബേസിക്കലി ചോദിച്ചിരിക്കുന്നത് എന്താ, ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതിൽ ഓൾറെഡി ഈ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ അവർ ചോദിച്ചിരിക്കുന്നത് അസിമിലേറ്ററി പവർ ഓഫ് ഫോട്ടോസിന്തസിനെ കുറിച്ചാണ്. അതായത് ഡാർക്ക് റിയാക്ഷന് യൂട്ടിലൈസ് ചെയ്യുന്ന അസിമിലേറ്ററി പവേഴ്സ് എന്തൊക്കെയാണ്. ദീസ് ആർ ബേസിക്കലി എന്താണ്, നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷന് മുമ്പ് നടക്കുന്ന ലൈറ്റ് റിയാക്ഷനിലെ എൻ പ്രോഡക്ട്സിനെയാണ് അസിമിലേറ്ററി പവർ ടു ഡ്രൈവ് ഡാർക്ക് റിയാക്ഷൻ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്തായിട്ട് വരും? അസിമിലേറ്ററി പവർ എന്തോ ആണെന്നാണ് നമ്മൾ കണ്ടത്. രണ്ടെണ്ണമായിരുന്നു. ബീങ് ഏതൊക്കെ? ഫസ്റ്റ് ATP, അതായത് എനർജി ടു ഡ്രൈവ് ഡാർക്ക് റിയാക്ഷൻ. അതായത് കാൽവിൻ സൈക്കിളിൽ നമുക്കറിയാം എനർജി റിക്വയർമെന്റ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ കാൽവിൻ സൈക്കിൾ അടുത്ത റിക്വയർമെന്റ് ആയിരുന്നു NADPHന്റെ, അതായത് റെഡ്യൂസ്ഡ് കോഎൻസൈമിന്റെ. അതെന്തിനാണ്? നമുക്കറിയാം കാൽവിൻ സൈക്കിളിൽ പല പല സ്റ്റെപ്സ് ഉണ്ട്. അതിലൊന്നാണ് ഏത്? റിഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ചെയ്യണം. അപ്പോ ആ ഹൈഡ്രജൻ വിച്ച് ഇസ് യൂസ്ഡ് ഫോർ റിഡക്ഷൻ എവിടുന്ന് വരും? നമ്മുടെ NADPH വരും. അപ്പൊ സെക്കൻഡ് അസിമിലേറ്ററി പവർ എന്ന് പറയുന്നത് ഏതായിരിക്കും? NADPH. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ ഫോം ചെയ്ത ATPയും NADPHനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസിമിലേറ്ററി പവർ വിച്ച് ഇസ് യൂസ് ടു ഡ്രൈവ് ദി ഡാർക്ക് റിയാക്ഷൻ. ഇനി 12th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ 12th ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഇസ് ദ ബേസിസ് ഫോർ ഡെസിഗ്നേറ്റിംഗ് C3 and C4 പാത്വേസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അതായത് എന്താണ്, C3 പാത്വേനെ C3 എന്നും C4നെ C4 എന്നും പെർട്ടിക്കുലർലി വിളിക്കാനുള്ള കാരണം എന്തായിരിക്കും? നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റിന്റെ ബേസിസിലാണ് നെയിം ചെയ്തിരിക്കുന്നത് C3 സൈക്കിളും C4 സൈക്കിളും. അപ്പോ C3 സൈക്കിൾ അല്ലെങ്കിൽ C3 പാത്വേയിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഏതാണ്? നമുക്കറിയാം C3 സൈക്കിൾ ആദ്യം ഉണ്ടാവുന്നത് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്, which is a 3 carbon compound. അപ്പോ in C3 cycle we can see 3 phosphoglyceric acid is the first stable product which is 3 carbon containing. അതേപോലെ തന്നെ C4 cycle ഏതാണ്? Oxaloacetic acid is the first stable product which is a 4 carbon compound. So according to the first stable products നമ്മൾ എന്ത് നെയിം ചെയ്തു? കാൽവിൻ സൈക്കിളിനെ C3 എന്നും ഹാറ്റ്-സ്ലാക്ക് പാത്വേനെ C4 പാത്വേനും നമ്മൾ വിളിച്ചു. ഇനി ഏത് ക്വസ്റ്റ്യൻ ആണ്? ഷോർട്ട് ആൻസർ ടൈപ്പിലേക്ക് നമ്മൾ കടക്കാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സക്യുലൻസ് ആർ നോൺ ടു കീപ് ദെയർ സ്റ്റൊമേറ്റ ക്ലോസ്ഡ് ഡ്യൂറിംഗ് ദ ഡേ ടു ചെക്ക് ട്രാൻസ്പിറേഷൻ. ഹൗ ഡു ദേ മീറ്റ് ദെയർ ഫോട്ടോസിന്തറ്റിക് CO2 റിക്വയർമെന്റ്സ്. അതായത് സക്യുലൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിന് എങ്ങനെയാണ് അവരുടെ ഡ്യൂറിംഗ് ദ ഡേ അവര് ട്രാൻസ്പിറേഷൻ ഒഴിവാക്കാൻ, കാരണം ഓൾറെഡി ഡ്രൈ ആയി കിടക്കണം, അപ്പൊ കൂടുതൽ വാട്ടർ ലോസ് അവർക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആ വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ അവർ സ്റ്റൊമേറ്റ ക്ലോസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സ്റ്റൊമേറ്റ ക്ലോസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഹൗ ഡു ദേ മീറ്റ് ദെയർ ഫോട്ടോസിന്തറ്റിക് CO2 റിക്വയർമെന്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇത്തരം പ്ലാന്റ്സിൽ നമ്മളൊരു സ്പെഷ്യൽ പാത്വേ അല്ലെങ്കിൽ മെറ്റബോളിസം പഠിച്ചിരുന്നു. NCERT-ൽ ഇതില്ല, പക്ഷെ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? മെൻഷൻ ചെയ്തിട്ടുള്ളൂ. വിച്ച് ഇസ് CAM പാത്വേ വിച്ച് ഇസ് ക്രാസ്യുലേസിയൻ ആസിഡ് മെറ്റബോളിസം. അതെന്താണ്? നമുക്കറിയാം സക്യുലൻസിനും അതർ പ്ലാന്റ്സ് ഇൻ ഡ്രൈ ഹാബിറ്റാറ്റ്സിനും നമ്മുടെ ഡേ ടൈമില് സ്റ്റൊമേറ്റ ക്ലോസ് ചെയ്ത് നൈറ്റ് ടൈമില് സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്ത് അങ്ങനെ ശീലിച്ചിരിക്കുന്ന പ്ലാന്റ്സിന് കാണുന്ന ഒരു മെക്കാനിസം ആണ് ക്രാസ്യുലേസിയൻ ആസിഡ് മെറ്റബോളിസം വിച്ച് ഇസ് ഓൾസോ കോൾഡ് CAM പാത്വേ. ഇനി ഇതിൽ എന്താണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? നമ്മൾ C3യിലും C4ലും കണ്ടുപോലില്ല, ഇതിൽ ഇച്ചിരി ഡിഫറെന്റ് ആണ്. ആ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇത്തരം പ്ലാന്റ്സിന്റെ എക്സാമ്പിൾസ് മെയിൻ ആണ്. അതായത് രാവിലെ അടച്ചു രാത്രി തുറക്കുന്ന സ്റ്റൊമേറ്റോയുള്ള പ്ലാന്റ്സ് വിച്ച് ഇസ് ഏത്? നമ്മുടെ സക്യുലൻസിന്റെ. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കണം ഏതൊക്കെ? സീഡം, കാലൻകോ, ഒപ്പാൻഷിയ, പൈനാപ്പിൾ. ഇതൊക്കെ ഇവരുടെ എക്സാമ്പിൾ ആണ്. ഇനി ഇവര് എന്ത് ചെയ്യുന്നു? അതായത് ഇവരുടെ ഫോട്ടോസിന്തസിസ് ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു ഏതിന്റെ? C4 പ്ലാന്റ്സിന്റെ. പക്ഷെ നമുക്കറിയാം C4 പ്ലാന്റ്സിൽ എങ്ങനെയാണ് പെപ് കേസ് ഫിക്സ് ചെയ്യുന്നത്? വേറൊരു സ്ഥലത്താണ്. ആൻഡ് റുബിസ്കോ ഫിക്സേഷൻ നടക്കുന്നത് ബണ്ടിൽ ഷീറ്റിലാണ്. അതായത് സെയിം സെല്ലിലല്ല, പക്ഷെ
ഡിഫറെന്റ് സെൽസിലാണ് നമ്മുടെ C4 പ്ലാന്റ്സിൽ നടക്കുന്നത്. പക്ഷെ ഇവരുടെ കേസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ രണ്ട് സ്റ്റെപ്സും സെയിം സെൽസിലാണ് നടക്കുക, പക്ഷെ അറ്റ് ഡിഫറെന്റ് ടൈംസ്, ആസ് ഇൻ നൈറ്റ് ആൻഡ് ഡേ. അതായത് ഇനിഷ്യൽ CO2 ഫിക്സേഷൻ, ഡബിൾ ഫിക്സേഷൻ അതിൽ കാണാൻ പറ്റും. അത് ഫസ്റ്റ് പോയിന്റ്. ഇത്തരം പ്ലാന്റ്സിൽ നമുക്ക് ഡബിൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ കാണാൻ പറ്റും. ആൻഡ് ഈ ഡബിൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ഇനിഷ്യൽ ഫിക്സേഷൻ ഓഫ് CO2 രാത്രി, അതായത് occurs at night, ആൻഡ് രണ്ടാമത്തെ ഡബിൾ ഫിക്സേഷൻ, രണ്ടാമത്തെ ഫൈനൽ ഫിക്സേഷൻ occurs during ഡേ ടൈം. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അവർക്ക് എന്ത് കൺസേർവ് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ കൺസേർവ് വാട്ടർ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഞാൻ പറഞ്ഞതുപോലെ CAM പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ, സക്യുലന്റ് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ, അതിൽ നടക്കുന്ന പാത്വേ, ക്രാസിലേസിൻ ആസിഡ് മെറ്റബോളിസം, അത്രയും അറിയാം. ആൻഡ് അവർക്ക് ഒരു ഡബിൾ ഫിക്സേഷൻ പ്രോസസ് ആണെന്ന് അറിയാം. ആൻഡ് മോസ്റ്റ്ലി ഏതൊക്കെ സക്യുലൻസിനും ഡ്രൈ ഹാബിറ്റാറ്റുള്ളതിനും അവരുടെ സ്റ്റൊമേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം. രാവിലെ ഡേ ടൈമിൽ ക്ലോസ്ഡും നൈറ്റ് ടൈമിൽ ഓപ്പണും ആയിരിക്കും. ആൻഡ് ഇങ്ങനെയുള്ളതുകൊണ്ട് ഇതിനെ അഡാപ്റ്റ് ആയിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഫിക്സേഷൻ നടക്കുക, വിച്ച് ഇസ് ബേസിക്കലി ഡബിൾ ഫിക്സേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഡബിൾ ഫിക്സേഷൻ, രണ്ട് ഫിക്സേഷൻ, ഇനീഷ്യൽ ഫിക്സേഷൻ ഡ്യൂറിങ് ഡേ ടൈം, ആൻഡ് അടുത്ത ഫിക്സേഷൻ എങ്ങനെയാണ്? ഇനീഷ്യൽ ഫിക്സേഷൻ ഡ്യൂറിങ് നൈറ്റ് ടൈം. അത് തിരിഞ്ഞു പോയത് ഇനീഷ്യൽ ഫിക്സേഷൻ ഡ്യൂറിങ് നൈറ്റ് ടൈം ആൻഡ് ഫൈനൽ ഫിക്സേഷൻ occurs ഡ്യൂറിങ് ഡേ ടൈം. അങ്ങനെ അവർക്ക് ട്രാൻസ്പിറേഷൻ പ്രിവെന്റും ചെയ്യാം, ഫോട്ടോസിന്തറ്റിക് റിക്വയർമെന്റ്സ്, കാർബൺ ഡൈ ഓക്സൈഡ് റിക്വയർമെന്റ്സ് മീറ്റും ചെയ്യാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ക്ലോറോഫിൽ A is the primary pigment for light reaction. What are accessory pigments? What is their role in photosynthesis? നമുക്ക് ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ആ പഠിപ്പിച്ച പാർട്ടിലെ ഡയഗ്രാംസ് കാണിച്ചു തരാം. ക്ലോറോഫിൽ A യൂണിവേഴ്സൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആണ്. കിങ്ങിനെ പോലെ, ഞാൻ ഓൾറെഡി ഈ അനലോജി പറഞ്ഞിരുന്നു, കിങ്ങിനെ പോലെ സെന്ററിൽ, നമ്മുടെ പിഗ്മെന്റ്സിന്റെ ഹാർവെസ്റ്റിംഗ് സെന്ററിന്റെ ഏറ്റവും നടുക്ക് ക്ലോറോഫിൽ ആയിരിക്കും, സറൗണ്ടഡ് ബൈ ആക്സസറി പിഗ്മെന്റ്സ്. ഇനി അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. വാട്ട് ആർ ആക്സസറി പിഗ്മെന്റ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് ആക്സസറി പിഗ്മെന്റ്സ്? നമുക്കറിയാം, ഇങ്ങനെ ക്ലോറോഫിൽസ് എവിടെയാണ് കാണാൻ പറ്റുക? നമ്മുടെ ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സിലാണ് കാണാൻ പറ്റുക. ഇതേപോലെ തന്നെ ക്ലോറോഫിലിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ABCD എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. അതിൽ ഓൺലി ക്ലോറോഫിൽ A and B അവരാണ് ഹയർ പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്നത്. ക്ലോറോഫിലിൽ തന്നെ എയും ബിയും അങ്ങനെയുള്ള ടൈപ്സ് മാത്രമേ നമുക്ക് ഹയർ പ്ലാന്റ്സിൽ കാണുന്നുള്ളൂ. ആൻഡ് ഇതിൽ തന്നെ എനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമറി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്. അതായത് പ്രൈമറി റിയാക്ഷൻ, ലൈറ്റിനെ കെമിക്കൽ എനർജി ആക്കുന്ന മെയിൻ റിയാക്ഷൻ നടത്തുന്നുണ്ട്. അതിന് പ്രൈമറി ഫോട്ടോ സിന്തറ്റിക് പിഗ്മെന്റ് നമ്മൾ വിളിച്ചു. ഇനി ഇതിന്റെ ബാക്കിയുള്ള ആക്സസറി പിഗ്മെന്റ്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം, ആക്സസറി പിഗ്മെന്റ്സിന്റെ താഴെയാണ് ഏതൊക്കെ വരുന്നത്? ഇത് പ്രൈമറി നമ്മൾ പറഞ്ഞു. ഇനി ആക്സസറി പിഗ്മെന്റ്സിന്റെ താഴെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ബാക്കിയുള്ള ക്ലോറോഫിലിന്റെ എല്ലാ ടൈപ്സും, അതായത് ക്ലോറോഫിൽ B, C, D, E. ഇത് കൂടാണ്ട് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെരോട്ടിനോയിഡ്സും ഫൈക്കോബൈലിൻസും ഇവരും ഏതിൽ വരുന്നതാണ്? ആക്സസറി പിഗ്മെന്റ്സിന്റെ എക്സാമ്പിൾ വരിക. ഇനി ഇവരുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആക്സസറി പിഗ്മെന്റ്സിന്റെ റോൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്? അവര് ആക്ച്വലി ലൈറ്റ് അബ്സോർപ്ഷൻ ആണ് മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ദേ ബ്രോഡൻ ദി സ്പെക്ട്രം ഓഫ് ലൈറ്റ് അബ്സോർപ്ഷൻ. അതായത് വേറെ കുറെ ആക്സസറി പിഗ്മെന്റ്സിലുണ്ട്. ഓരോ പിഗ്മെന്റും അവർക്ക് പറ്റുന്ന വേവ് ലെങ്ത്തിൽ ലൈറ്റ് എഫക്റ്റീവ്ലി അബ്സോർബ് ചെയ്ത് അവർ ഫൈനലി ഏതാണ്? ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ റേഡിയേഷൻസ് അവർക്ക് അബ്സോർബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. ഇനി ഇവരുടെ മെയിൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ റോൾ എന്താണ്? വൈഡൻ റേഞ്ച് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. അത് കൂടാണ്ട് തന്നെ നമ്മുടെ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ദേ ട്രാൻസ്ഫർ എനർജി ടു ക്ലോറോഫിൽ A. ഇനി അത് കൂടാണ്ട് ഫോട്ടോ ഓക്സിഡേഷനും ക്ലോറോഫിൽ Aനെ വിച്ച് ഇസ് ദ റിയാക്ഷൻ സെന്റർ, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫംഗ്ഷനും നമ്മുടെ ആക്സസറി പിഗ്മെന്റ്സ് ആണ് ഉള്ളത്. അപ്പോ ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഈ പേജിലുണ്ട്. ആൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ അവരുടെ റോൾ എന്താന്ന് വെച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റും? ദേ അബ്സോർബ് ലൈറ്റ് എനർജി, അതായത് ഡിഫറെന്റ് റീജിയൻസ് ഓഫ് സ്പെക്ട്രമില് പ്രത്യേകിച്ച് ഓരോ വേവ് ലെങ്ത്തിലും ഓരോരോ പിഗ്മെന്റ് തമ്മിൽ അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ദേ പാസ് ഇറ്റ് ഓവർ ടു ദി മെയിൻ ഫോട്ടോ സെന്റർ അല്ലെങ്കിൽ റിയാക്ഷൻ സെന്റർ വിച്ച് ബീൻ ദി ക്ലോറോഫിൽ A molecule. Thus they increase the efficiency of photosynthesis.
അത് കൂടാണ്ട് തന്നെ ദേ പ്രിവെന്റ് ഫോട്ടോ ഓക്സിഡേഷൻ ഓഫ് ക്ലോറോഫിൽ. ഇതിന്റെ വേറെ പേരാണ് ഫോട്ടോ ഓക്സിഡേഷന്റെ വേറൊരു പേരാണ് സോളറൈസേഷൻ, വിച്ച് ഇസ് ലിറ്ററലി എന്താണ് അതിന്റെ മീനിങ്? ഡിസ്ഇൻറ്റഗ്രേഷൻ. അതായത് ഹൈ ലൈറ്റ് ഇന്റൻസിറ്റിയുടെ സമയം ഉണ്ടാവുമ്പോൾ എന്ത് പറ്റുന്നു? ക്ലോറോഫിൽ മോളിക്യൂൾസ്, പ്രത്യേകിച്ച് ക്ലോറോഫിൽ എ ഡിസ്ഇൻറ്റഗ്രേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഏറ്റവും നടുക്ക്, ഏറ്റവും മെയിൻ സെന്റർ ഓക്യുപ്പൈ ചെയ്ത് മേജർ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡിസ്ഇൻറ്റഗ്രേറ്റ് ആയി പോകും പിഗ്മെന്റ്സ്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനും കൂടി ആര് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ ആക്സസറി പിഗ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ക്ലോറോഫിൽസ് ആർ ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്. ഇനി 5 ടൈപ്സ് ഓഫ് ക്ലോറോഫിൽ ആണ് നാച്ചുറലി അക്കറിംഗ് അതർ ദൻ ബാക്ടീരിയ, വിച്ച് ഇസ് A, B, C, D ആൻഡ് E. ഇത് E ആണ്. ആൻഡ് ഔട്ട് ഓഫ് ദീസ് ഏതൊക്കെയാണ് മെയിൻ ഹയർ പ്ലാന്റ്സിൽ ഓക്യുപ്പൈ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസന്റ് ആയിട്ടുള്ളത്? ഓൺലി ക്ലോറോഫിൽ A ആൻഡ് B. ഇനി ക്ലോറോഫിൽ A is the primary photosynthetic pigment and അതുകൊണ്ട് തന്നെ അവര് കൺവേർട്ട് ലൈറ്റ് ഇൻടു കെമിക്കൽ ഓർ ഇലക്ട്രിക്കൽ എനർജി. മെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നത് ക്ലോറോഫിൽ A. അത് കൂടാണ്ടുള്ള ബാക്കി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആർ അറേഞ്ച്ഡ് അറൌണ്ട് ദി റിയാക്ഷൻ സെന്റർ. അതായത് അതിനെ ആക്സസറി പിഗ്മെന്റ്സ് എന്ന് വിളിച്ചു. ആൻഡ് ദേ അബ്സോർബ് ലൈറ്റ് ഓഫ് ഡിഫറെന്റ് വേവ് ലെങ്ത്സ്, ബ്രോഡനിങ് ദ സ്പെക്ട്രം ഓഫ് ലൈറ്റ് അബ്സോർപ്ഷൻ. ആൻഡ് അത് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു? നമ്മുടെ റിയാക്ഷൻ സെന്ററിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു ത്രൂ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ്. ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയേണ്ട, ജസ്റ്റ് ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഈ ടേം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഫിനോമിനൽ കാരണമാണ് അവര് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇനി ആക്സറി പിഗ്മെന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും? ക്ലോറോഫിൽ B, C, D, E, കെറോട്ടിനോയിഡ്സ്, ഫൈക്കോബൈലിൻസ്. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഇനി റോള് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഡു റിയാക്ഷൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് കോൾഡ് ആസ് ഡാർക്ക് റിയാക്ഷൻ നീഡ് ലൈറ്റ്? എക്സ്പ്ലെയിൻ. അപ്പോ ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മൾ ഓൾറെഡി ഡാർക്ക് റിയാക്ഷനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നാണ് പഠിച്ചത്? ഡാർക്ക് റിയാക്ഷൻ ലൈറ്റ് ഇൻഡിപെൻഡന്റ് ആണെന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചത്. അപ്പോ ഇതിന് ഡാർക്ക് റിയാക്ഷൻ ലൈറ്റ് ആക്ച്വലി റിക്വയർഡ് ആണോ എന്നാണ് ചോദിച്ചത്. ലൈറ്റ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നതും ലൈറ്റ് റിക്വയർമെന്റ് വേണ്ട എന്ന് പറയുന്നതും രണ്ടും ഡിഫറെന്റ് കാര്യങ്ങളാണ്. കാരണം എന്താ? നമുക്കറിയാം ലൈറ്റ് റിയാക്ഷൻ കഴിഞ്ഞാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ആൻഡ് ലൈറ്റ് റിയാക്ഷൻ കഴിഞ്ഞ് ഡാർക്ക് റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം ഡാർക്ക് റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ അസിമുലേറ്ററി പവർ ഓൾറെഡി നമുക്ക് കിട്ടിയിരിക്കണം, പ്ലാന്റ്സിന് കിട്ടിയിരിക്കണം, വിച്ച് ഇസ് ATP and NADPH. പക്ഷെ ഇത് ഉണ്ടാവണമെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ നടന്നിരിക്കണം. ലൈറ്റ് റിയാക്ഷൻ നടന്നിരിക്കണമെങ്കിൽ എന്ത് പറ്റണം? ലൈറ്റ് റിയാക്ഷന്റെ ആവശ്യമുള്ള റിക്വയർമെന്റ് ആയിട്ട് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഓഫ് ലൈറ്റ് ആർക്ക് കിട്ടണം? പ്ലാന്റിന് കിട്ടണം. അപ്പോ ഡാർക്ക് റിയാക്ഷൻ നമ്മൾ ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ എന്ന് വിളിക്കും. ആൻഡ് നമ്മുടെ CO2ന്റെ മെയിൻ റിഡക്ഷൻ ഇൻ ടു ഗ്ലൂക്കോസ്, അതാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. പക്ഷെ അതിന് ആസ് സച്ച് ഇറ്റ് ഡസന്റ് റിക്വയർ ലൈറ്റ്. പക്ഷെ അവർ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ദേ റിക്വയർ പ്രോഡക്ട്സ് ഫ്രം light reaction, which is NADPH and ATP in fixation and reduction of carbon dioxide. അപ്പോ ഇത്രയാണ് ആ ക്വസ്റ്റിന്റെ ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഷോർട്ട് ആൻസർ ടൈപ്പിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ ആർ ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ റിലേറ്റഡ് ടു ഈച്ച് അതർ? ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും തമ്മിലുള്ള കോറിലേഷൻ അല്ലെങ്കിൽ എന്താണ് അവരുടെ തമ്മിലുള്ള ബന്ധം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമുക്ക് ബേസിക്കലി പറയാം ഫോട്ടോസിന്തസിസ് എന്താണ്? നമ്മുടെ ലൈറ്റ് ഉപയോഗിച്ച് ബേസിക്കലി ഏറ്റവും ബേസിക് ടേംസിൽ ലൈറ്റ് ഉപയോഗിച്ച് അതായത് സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സ് അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കുന്നു, വിച്ച് ഇസ് ബേസിക്കലി ഗ്ലൂക്കോസ്. ആൻഡ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ആക്ച്വലി കണ്ടതാണ് എന്താണ് ആ പ്രോസസ് ആക്ച്വലി നടക്കുന്നത്. ഇനി റെസ്പിറേഷൻ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനർജി, അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ് ആൻഡ് ആനബോളിക് പ്രോസസ്. പക്ഷെ റെസ്പിറേഷൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? സിന്തസിസ് മാത്രമല്ല അവിടെ ഡിസ്ട്രക്ഷൻ ഓഫ് വേരിയസ് തിങ്സും വേരിയസ് പ്രോഡക്ട്സും നടക്കുന്നുണ്ട്. അപ്പോ റെസ്പിറേഷൻ ബേസിക്കലി എന്താണ്? നമ്മുടെ സെൽസിനുള്ളിലെ മൈറ്റോകോൺട്രിയ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ദേ റിലീസ് ATP അല്ലെങ്കിൽ കെമിക്കൽ എനർജി. ഇനി ഈ റിലീസ് നടക്കുന്ന കാറ്റബോളിക് പ്രോസസ് ആണ് എന്ത്? നമ്മുടെ റെസ്പിറേഷൻ, വിച്ച് ഇസ് ബേസിക്കലി കെമിക്കലി നോക്കുകയാണെങ്കിൽ അതൊരു ഓക്സിഡേഷൻ ആണ്. ആൻഡ് ഈ കെമിക്കൽ ഓക്സിഡേഷൻ എവിടെയാണ് നടക്കുന്നത്? ഇൻ ഓൾ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസംസ്, അതായത് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നമുക്ക് പറയാം. പക്ഷെ ഫോട്ടോസിന്തസിസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് പ്ലാന്റ്സിലാണ് നടക്കുന്നത്, അതും ഗ്രീൻ പ്ലാന്റ്സിൽ നടക്കുന്ന സിന്തസൈസിങ് അല്ലെങ്കിൽ ഒരു ആനബോളിക് ആയിട്ടുള്ള പ്രോസസ് ആണ് ഏത്? ഫോട്ടോസിന്തസിസ്.
ഇനി ഈ റിലീസ് ചെയ്യുന്ന ATP അവർക്ക് അവരുടെ ആവശ്യത്തിനായിട്ട് യൂട്ടിലിറ്റീസ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഇവരുടെ റിലേഷൻ, ഹൗ ആർ ദേ റിലേറ്റഡ് ടു ഈച്ച് അതർ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ബേസിക്കലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസിൽ നമുക്കറിയാം സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്നു ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാക്കുന്നു. ഇനി ഈ ഉണ്ടാക്കി വെച്ച കാർബോഹൈഡ്രേറ്റ്സ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് അണ്ടർഗോ ചെയ്തിട്ട് വേണം എന്ത് ഉണ്ടാവാൻ? എനർജി റിലീസ് ചെയ്യാൻ. അങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജിയാണ് നമ്മുടെ വേരിയസ് ബോഡി ഫങ്ഷൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഇവിടുത്തെ പ്രോഡക്റ്റ് ആയിരുന്നു, വിച്ച് ഇസ് അഗെയിൻ ഓക്സിഡൈസ്ഡ് അല്ലെങ്കിൽ യൂട്ടിലൈസ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് റെസ്പിറേഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും ഫോട്ടോസിന്തസിസിലെ മെയിൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യം ഉണ്ടാവണം. ആൻഡ് ഗ്രീൻ പ്ലാന്റ്സിന്റെ കേസിൽ എന്ത് പറ്റും? ഉണ്ടായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് പറ്റുന്നു? ഉണ്ടായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ല ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ നമുക്ക് പറയാം, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. ഫോട്ടോസിന്തസിന്റെ പ്രോഡക്റ്റ് ആയ കാർബോഹൈഡ്രേറ്റ് കെമിക്കൽ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നു ആൻഡ് ഫൈനലി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? എനർജി റിലീസ് ചെയ്യുന്നു. ഇത്രയാണ് അവർ തമ്മിലുള്ള റിലേഷൻ. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന if a green plant is kept in dark with proper ventilation, can this plant carry out photosynthesis? Can anything be given as supplement to maintain its growth or survival? ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മുടെ ഒരു ഗ്രീൻ പ്ലാന്റ്, നമുക്കറിയാം സൺലൈറ്റ് എത്രത്തോളം ഫോട്ടോസിന്തസിന് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ ഈ ഗ്രീൻ പ്ലാന്റിനെ എക്സ്പെരിമെന്റലി എങ്ങനെ എവിടെ കൊണ്ടുവച്ചു? കെപ്റ്റ് ഇൻ ഡാർക്ക്, അതായത് നോ സൺലൈറ്റ്, ആൻഡ് നമ്മൾ എന്തും കൂടി എൻഷുർ ചെയ്തു ഇറ്റ് ഈസ് ഗെറ്റിംഗ് പ്രോപ്പർ വെന്റിലേഷൻ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റിക്വയർമെന്റ്സ് ഓഫ് ഫോട്ടോസിന്തസിസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എക്സെപ്റ്റ് സൺലൈറ്റ്. ഇനി ചോദിച്ചിരിക്കുകയാണ് can anything be given as supplement to maintain its growth or survival? അപ്പൊ നമുക്ക് എന്തറിയാം? പ്ലാന്റ്സ് ഡാർക്കിൽ വെച്ചാൽ വിത്തൗട്ട് സൺലൈറ്റ് എന്ത് പറ്റുന്നു? ദേ cannot carry photosynthesis. അപ്പോ നോ ഫോട്ടോസിന്തസിസ്. അപ്പൊ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. അപ്പൊ ഈ പ്ലാന്റ്സ് എന്താവും? ഫൈനലി അവർ ഡെത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ അപ്പൊ തന്നെ ഡൈ ചെയ്യോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഡൈ ചെയ്യോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് ഫാക്ടറിലാണ്? അവരുടെ സ്റ്റോർഡ് ഫുഡിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റോർഡ് ഫുഡ് ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു? പ്ലാന്റ് സർവൈവ് ചെയ്യുന്നു ടിൽ അവരുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇസ് നോട്ട് എക്സോസ്റ്റഡ്. അപ്പൊ റിസർവ് ഫുഡ് മെറ്റീരിയൽ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആവുന്നത് വരെ അവർ സർവൈവ് ചെയ്യും. ആൻഡ് വൺസ് റിസർവ് ഫുഡ് മെറ്റീരിയൽ എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ അവരിൽ എന്ത് പറ്റും? they'll die. അപ്പൊ ഫൈനലി അവര് ഡെത്തിലേക്ക് നീങ്ങുന്നു. പക്ഷെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എനി അതർ സപ്ലിമെന്റ് അതർ ദൻ സൺലൈറ്റ് കൊടുത്ത് നമുക്ക് ഈ പ്ലാന്റിനെ ഡെത്തിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ആൻസർ എന്ത് പറയാൻ പറ്റും? അതായത് ഒരു കണ്ടീഷൻ കൊടുത്താൽ നമ്മുടെ ഈ പ്ലാന്റ് സർവൈവ് ചെയ്യാൻ പറ്റും. ആ കണ്ടീഷൻ എന്തായിരിക്കും? സൺലൈറ്റ് ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൾബോ ട്യൂബ് ലൈറ്റോ എന്തെങ്കിലും അടുത്ത് വെക്കുക, അലോങ് വിത്ത് പ്രോപ്പർ വാട്ടർ സപ്ലൈ. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോപ്പർ വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സപ്ലിമെന്റ്സ് കൊടുത്താൽ ഇറ്റ് ക്യാൻ സ്റ്റിൽ ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ് ആൻഡ് ഗ്രോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടു സ്റ്റിൽ carry out photosynthesis in absence of sunlight. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഒന്നാമത്തത് എനി ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സ് കൊടുക്കാൻ പറ്റും. അതായത് ഏതെങ്കിലും ബൾബോ ട്യൂബ് ലൈറ്റോ എന്തായാലും എനി ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സ്. ആൻഡ് സെക്കൻഡ്, വാട്ടർ ആവശ്യത്തിന് പ്ലാന്റിന് കിട്ടുന്നതെന്ന് എൻഷുർ ചെയ്യാം. അപ്പൊ അവർ എന്ത് ഫൈനലി കംപ്ലീറ്റ് ചെയ്യും? ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് അവര് ഫോട്ടോസിന്തസിസ് സക്സസ്ഫുള്ളി ക്യാരി ഔട്ട് ചെയ്യും. ഇത്രയാണ് ഫിഫ്ത്ത് ക്വസ്റ്റിന് ആൻസർ. സൺലൈറ്റിലേക്ക് ഫോട്ടോസിന്തസിസ് നടക്കില്ല, പക്ഷെ റിസർവ് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരെ അവര് ലൈവായിട്ട് മെയിൻറ്റെയിൻഡ് ആവും. പക്ഷെ ഇത് വൺസ് എക്സോസ്റ്റഡ് ആയി പോയാൽ അവര് ഡെത്തിലേക്ക് നീങ്ങുന്നു. അപ്പൊ സപ്ലിമെന്റ്സ് ആയിട്ട് എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ രണ്ട് സാധനങ്ങൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് occur at different depths in ocean. Do they receive qualitatively and quantitatively the same light? How do they adapt to carry out photosynthesis under these conditions? ഈ ക്വസ്റ്റ്യനും എത്രമാത്രം സൺലൈറ്റിന്റെ ഇമ്പോർട്ടൻസ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഉണ്ടെന്ന് കാണിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോ അതായത് നമുക്കറിയാം ഓഷ്യന് വേരിയസ് ഡെപ്തിൽ പല 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 ഓർഗാനിസംസ് ഉണ്ട്. പക്ഷെ അവർ ഡെപ്തിലാണ്, സൺലൈറ്റ് കുറവാണ് അവൈലബിൾ എന്നുള്ളത് വെച്ച് അവർ ഫോട്ടോസിന്തസിസ് ചെയ്യാണ്ടിരിക്കുന്നില്ല. അപ്പോ അവർ എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്? ഇൻ സച്ച് ആഡ്വേഴ്സ് കണ്ടീഷൻസ് ഓൾസോ വെയർ സൺലൈറ്റ് റിക്വയർമെന്റ് ഇസ് നോട്ട് മെറ്റ് പ്രോപ്പർലി. അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് ക്വസ്റ്റിന് കൊടുത്തിരുന്നു കുറെ ഡീപ്പർ ലേയേഴ്സ് ഓഫ് വാട്ടർ ഉണ്ടെന്ന്. അപ്പോ അങ്ങനെയുള്ള ഡീപ്പർ ലേയേഴ്സ് ഓഫ് വാട്ടർ ബോഡിയിൽ അത്തരം അവിടെ ജീവിക്കുന്ന പ്ലാന്റ്സിന് എങ്ങനെയായിരിക്കും? ഡീപ്പർ ഓഷ്യനില് അവിടെ ജീവിക്കുന്ന ഓർഗാനിസംസിന് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? അവർക്ക് ലോ ക്വാളിറ്റി ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ലെസ് ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് വിത്ത് ഷോർട്ട് വേവ് ലെങ്ത്സ്. അതേസമയം നോർമൽ പെരിഫറലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസിന് എങ്ങനെയായിരിക്കും? ഇത് റിക്വയർ മോർ എമൗണ്ട് ഓഫ് ലൈറ്റ് വിത്ത് ഹയർ വേവ് ലെങ്ത്. അപ്പൊ അവര് പോലെയല്ല ഡീപ്പർ ആയിട്ട് റിസൈഡ് ചെയ്യുന്ന ഓർഗാനിസംസ്. അപ്പോ അവർക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി അവർക്ക് എങ്ങനെയാണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ലൈറ്റ് ആണ് കിട്ടുന്നത്. ഓരോ സ്ട്രാറ്റ എടുത്ത് നോക്കിയാലും, ഓഷ്യനിലെ ഡെപ്തിലെ ഓരോ സ്ട്രാറ്റ എടുത്ത് നോക്കിയാലും അവർക്ക് ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫറെന്റ് ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി അപ്പോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്ലാന്റ്സിന് അത്തരം അഡാപ്റ്റേഷൻസും അക്വയർഡ് ആയിരിക്കും. ആൻഡ് ഈ പ്ലാന്റ്സില് ആക്സസറി പിഗ്മെന്റ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ആക്സസറി പിഗ്മെന്റ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അപ്പൊ ഇത്തരമുള്ള പ്ലാന്റ്സിന്റെ ആക്സസറി പിഗ്മെന്റ്സിന്റെ പ്രസൻസ് കാരണം എന്ത് ചെയ്യും? അവരുടെ ഫോട്ടോസിന്തറ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള റിക്വയർമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ലൈറ്റ് എങ്ങനെ അവര് ബ്രോഡൻ ചെയ്യും? ബ്രോഡൻ അല്ലെങ്കിൽ വൈഡൻ ദ സ്പെക്ട്രം ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ്. അങ്ങനെ ബ്രോഡ് സ്പെക്ട്രം ആകുമ്പോൾ അവർ ഫൈനലി എന്ത് ചെയ്യും? ഡിഫറെന്റ് ലൈറ്റ് കണ്ടീഷൻസിലും ഡിഫറെന്റ് അഡ്വേഴ്സ് കണ്ടീഷൻസിലും അവര് ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ വൺ വേർഡിൽ ആൻസർ പറയാൻ പറഞ്ഞാൽ ഇതിൽ എന്തിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഹൗ ഡു ദേ അഡാപ്റ്റ് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാല് നമുക്ക് എന്ത് പറയാൻ പറ്റും? അവര് അഡാപ്റ്റേഷൻ നടത്തുന്നത് ആക്സറി പിഗ്മെന്റ്സിന്റെ പ്രസൻസിലൂടെയാണ്. ആക്സറി പിഗ്മെന്റ്സ് കാരണം പല പല ലൈറ്റ് അബ്സോർപ്ഷനും എഫക്റ്റീവ്ലി നടക്കുന്നു ആൻഡ് ഫൈനലി ഫോട്ടോസിന്തസിസ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ ഡു ദേ റിസീവ് ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ദ സെയിം ലൈറ്റ് എന്നാണ് ചോദിച്ചത്. അവർക്ക് എങ്ങനെയാണ്? ഡിഫറെന്റ് ലൈറ്റ് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ആണ് അവർക്ക് കിട്ടുന്നത് അറ്റ് ഡിഫറെന്റ് ഡെപ്ത്സ്. ഇത്രയാണ് 6th ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ദ കനോപ്പി ഇസ് thick and plants growing below receive filtered light. How are they able to carry out photosynthesis? അപ്പൊ ഇതും അഗെയിൻ എങ്ങനെയാണ്? സൺലൈറ്റിന്റെ ഇമ്പോർട്ടൻസിനെ ഇൻ ഫോട്ടോസിന്തസിസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോ അവരെങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്? അതായത് നമ്മള് വലിയ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നോക്കിയാല് വലിയ വലിയ ട്രീസ് ഇത്തരം വലിയ കാനോപ്പി വെച്ച് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതിന്റെ ഈ ട്രീസിന്റെ ഷെയ്ഡിൽ കുറെ കുഞ്ഞി പ്ലാന്റ്സും കൂടി ഗ്രോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം പ്ലാന്റ്സിന് എങ്ങനെയാണ്? ഈ കനോപ്പി കടന്ന് ഫിൽറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ അവരെങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പോ ഇത്തരം ഷോർട്ട് പ്ലാന്റ്സ് അണ്ടർ കനോപ്പി നമ്മൾ അതിന് ഒരു പേരിട്ട് വിളിക്കുന്നു. അവരെയാണ് ഷെയ്ഡ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോ അവരെങ്ങനെയാണ് ഷെയ്ഡ് പ്ലാന്റ്സ് എന്നൊക്കെ വിളിക്കണമെങ്കിൽ അവര് എന്തായിരിക്കണം? അവര് എപ്പോഴും ഗ്രോ ചെയ്യുന്നത് ഇങ്ങനെ ഷെയ്ഡ് ഉള്ള റീജിയൻസിലായിരിക്കണം. അപ്പൊ അങ്ങനെ ഷെയ്ഡ് പ്ലാന്റ്സിന് അവർക്ക് എങ്ങനെയായിരിക്കും? ദേ ഹാവ് അവരുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാല് ദേ ഹാവ് ഗുഡ് ക്വാണ്ടിറ്റി ഓഫ് കെറോട്ടിനോയിഡ്സ് ആൻഡ് സാന്തോഫിൽസ്. അതായത് അഗെയിൻ ആക്സസറി പിഗ്മെന്റ്സ്. കെറോട്ടിനോയിഡ്സും സാന്തോഫിലും ഗുഡ് ക്വാണ്ടിറ്റിയിൽ പ്രസന്റ് ആയിരിക്കും ആസ് പാർട്ട് ഓഫ് ദർ അഡാപ്റ്റേഷൻ ടു ബി ലിവിങ് അണ്ടർ ദി ഷെയ്ഡ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവര് അബ്സോർബ് ചെയ്യും വൈഡ് റേഞ്ച് ഓഫ് സ്പെക്ട്രം അവൈലബിൾ ടു ദം ആൻഡ് അവര് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നു. ഇപ്പൊ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത 2-3 ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ആക്സറി പിഗ്മെന്റ്സിനെ പറ്റി ചോദിച്ചു, ആക്സറി പിഗ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ടും ചോദിച്ചു. എല്ലാത്തിന്റെയും ആൻസർ സിമിലർ തന്നെയാണ്. ഇനി 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാ വാട്ട് കണ്ടീഷൻസ് എനേബിൾ റുബിസ്കോ ടു ഫംഗ്ഷൻ ആസ് എൻ ഓക്സിജനേസ്? എക്സ്പ്ലെയിൻ ദി എൻസൂയിങ് പ്രോസസ്. അപ്പോ റുബിസ്കോ നമുക്കറിയാം എങ്ങനെയാണ്? ഒരു കളർ ചേഞ്ചിങ് എൻസൈം ആണ്. എന്നാൽ ലിറ്ററലി അല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാല് അവർക്ക് എങ്ങനെയാണ്? ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജന്റെ കൂടെ പോകും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ പോകും.
അപ്പൊ അതൊരു കാർബോക്സിലേസ് ഓക്സിജനേസ് ഫംഗ്ഷൻ നടക്കുന്ന ഒരു എൻസൈം ആണ്. ദേ ആക്ട് ആസ് കാർബോക്സിലേസ് ആൻഡ് ഓൾസോ ഓക്സിജനേസ്. ഇനി ഇവര് എപ്പോഴാണ് ഓരോന്നായിട്ട് ആക്ട് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ അപ്പൊ റൈസ് ചെയ്യും. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? അതായത് അണ്ടർ ലോ അറ്റ്മോസ്ഫിയറിക് കോൺസെൻട്രേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് അത്യാവശ്യത്തിന് ഉണ്ട്, പ്രസന്റ് ആണ് എൻവയൺമെന്റിൽ അവര് കാർബോക്സിലേസിന്റെ ജോലി ചെയ്യുന്നു. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു, ഓർ കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞ അവസ്ഥയിൽ നാച്ചുറലി എന്ത് പറ്റും? സറൗണ്ടിങ് ആയിട്ട് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? ഇൻ ദി പ്രസൻസ് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ നമ്മുടെ RUBP കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നുള്ളത് RUBPന്റെ എന്ത് ആക്ടിവിറ്റിയാണ് ആക്ടിവേറ്റഡ് ആവുന്നത്? RUBP ഓക്സിജനേസ് ആക്ടിവിറ്റി തുടങ്ങുന്നു. ആൻഡ് ഓക്സിജനേസ് ആക്ടിവിറ്റി തുടങ്ങുമ്പോൾ എന്ത് പറ്റുന്നു? അതായത് ഫസ്റ്റ് കാൽവിൻ സൈക്കിളിലേക്ക് കാർബോക്സിലിക് ആസിഡ് വഴി കാർബോക്സിലേസ് ആക്ടിവിറ്റി വഴി പോകേണ്ട ആള് 3-phosphoglyceric ആസിഡ് ആയിരുന്നു ഫസ്റ്റ് ഫോം ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഓക്സിജനേസ് ആക്ടിവിറ്റി കാണുന്നുണ്ട്. നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? ഫോട്ടോ respiration. So when Rubisco functions as an oxygenase enzyme, പ്ലാന്റ്സിന് ഏത് പ്രോസസ് കാണാൻ പറ്റും? ഫോട്ടോ റെസ്പിറേഷൻ കാണാൻ പറ്റും. ആൻഡ് എന്ത് പറ്റും? നമ്മുടെ RUBP റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് എങ്ങനെ കൺവേർട്ടഡ് ആവും? ഈ പ്രോസസ്സിന്റെ എൻഡില് റിബ്യൂലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് അവര് 1 molecule of 3-PGA 3-phosphoglyceric acid ആയിട്ടും 1 molecule of 2-phosphoglycolic acid ആയിട്ടും. തെറ്റിപ്പോരുത്. ഫോട്ടോ റെസ്പിറേഷന്റെ പ്രോഡക്റ്റ് ചോദിക്കുകയാണെങ്കിൽ തെറ്റാണ്ട് പറയാൻ പറ്റും 3-phosphoglyceric ആസിഡും 2-phosphoglycolic ആസിഡും ആയിട്ട് കൺവേർട്ടഡ് ആവുന്നു. ഇത്രയാണ് ഏത് ക്വസ്റ്റൻ ആൻസർ? 8th ക്വസ്റ്റന്റെ ആൻസർ. ഇപ്പൊ വാട്ട് കണ്ടീഷൻസ് എനേബിൾ റുബിസ്കോ എന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? ഓക്സിജനേസ് ആവണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറയുക, സറൗണ്ടിങ് ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടുക. ഇനി 9th ക്വസ്റ്റൻ, വൈ ഡസ് ദി റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിക്രീസ് അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ്? അതായത് ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾ ഓൾറെഡി വന്നിരുന്നു, റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ജനറലി ഡിക്രീസ് ചെയ്യുന്നു. പക്ഷെ C3-C4 പ്ലാന്റ്സ് അങ്ങനെ വേരിയസ് പ്ലാന്റ്സ് പ്രത്യേകിച്ച് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാം C4 പ്ലാന്റ്സ് കുറച്ചുകൂടി ടോളറന്റ് ആണ്. അപ്പൊ അവർക്ക് നെഗ്ലിജിബിൾ എഫക്ട് ആണ് ഹയർ ടെമ്പറേച്ചറിലും, കാരണം അവർ ഹയർ ടെമ്പറേച്ചറിലും ഫംഗ്ഷൻ ചെയ്യാൻ അഡാപ്റ്റഡ് ആണ്. അപ്പോ ഇതില് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മുടെ ടെമ്പറേച്ചറിന്റെ എഫക്ട് ഓൺ ഫോട്ടോസിന്തസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് ഇസ് ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ് ഡിപ്പെൻഡ് ഓൺ ദി ടെമ്പറേച്ചർ. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ടെമ്പറേച്ചറിന്റെ റിക്വയർമെന്റ് ആസ് സച്ച് നമ്മൾ പഠിച്ചിട്ടില്ല ഇൻ നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോ. പക്ഷെ ഡയറക്ട്ലി അവർക്ക് ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക? എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ടെമ്പറേച്ചർ കാരണം എൻസൈംസില് അഫെക്ഷൻ ഉണ്ടാവും. അതായത് അവര് ടെമ്പറേച്ചർ അഫക്ട്സ് എൻസൈം. കാരണം എന്താ? എൻസൈമിന്റെ ഡീനേച്ചറേഷൻ ഒക്കെ ഹയർ ടെമ്പറേച്ചറിൽ നടന്ന് എൻസൈംസ് വർക്ക് ചെയ്യാണ്ടാവും. അപ്പോ എൻസൈംസിന് വർക്ക് ചെയ്യും. അപ്പൊ എൻസൈം കൺട്രോൾഡ് റിയാക്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ് ആയ ഡാർക്ക് റിയാക്ഷൻ എന്താവും? അഫക്റ്റഡ് ആവും ഇൻ ഹയർ ടെമ്പറേച്ചർ. ഇനി ഒപ്റ്റിമം ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചത്, ഒപ്റ്റിമം ടെമ്പറേച്ചർ ഓഫ് ഫോട്ടോസിന്തസിസ് നമ്മൾക്ക് ഓൾമോസ്റ്റ് എത്രയാണ് കണ്ടത്? 18 to 35 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരെയാണ് നമ്മൾ C3 സൈക്കിള് ആക്ച്വലി കണ്ടത്. C4 പ്ലാന്റ്സിന് ഡിഫറെന്റ് ആണ്, C3 പ്ലാന്റ്സിന് ഡിഫറെന്റ് ആണ്. C3 പ്ലാന്റ്സിനാണ് മോസ്റ്റ് 90% ഓഫ് ഗ്രീൻ പ്ലാന്റ്സും C3 പ്ലാന്റ്സ് ആയതുകൊണ്ട് നമ്മൾ C3 പ്ലാന്റ്സിനെ ജനറലി വെച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതേ ഉള്ളൂ. ഒപ്റ്റിമം ടെമ്പറേച്ചർ അവിടെ 18 to 35 ആണ്. ആൻഡ് ഇത് ഓരോ 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ വെച്ചും നമ്മുടെ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ത് പറ്റും? ഡബിൾ ഡൗൺ. ബട്ട് ഏത് വരെ ഡബിൾ ഡൗൺ? വെൻ the temperature is increased from minimum to optimum. അതായത് optimum temperature attain ചെയ്യുന്നത് വരെ, അതായത് ഫ്രം മിനിമം ടു ഒപ്റ്റിമം ടെമ്പറേച്ചർ നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടി വരുന്നതോറും എന്ത് പറ്റും? റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡബിൾസ് ഫോർ എവറി എത്ര റൈസ് ഇൻ ടെമ്പറേച്ചർ? ഫോർ എവറി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. പക്ഷെ ഇത് എത്ര വരെ കാണാൻ പറ്റുള്ളൂ? നമ്മുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ വരെ കാണാൻ പറ്റുള്ളൂ. അതിനും ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസിന്തസിസ് ഡബിൾ ആവോ എന്നുള്ളത് ഇങ്ങനെയാണ് ലോജിക്കലി ചിന്തിച്ചാൽ കിട്ടും. ഫോട്ടോസിന്തസിസ് കുറച്ചും കൂടി നെഗ്ലിജിബിൾ ആവാൻ തുടങ്ങും. ആ പ്രോസസ്സിന്റെ എങ്ങനെയാണ് നടക്കുന്നത്? അതിന്റെ റേറ്റ് ആക്ച്വലി കുറഞ്ഞു തുടങ്ങും, ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ അബവ് ദി ഒപ്റ്റിമം ടെമ്പറേച്ചർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒപ്റ്റിമം ടെമ്പറേച്ചർ കഴിഞ്ഞു പോകുമ്പോൾ ഇനീഷ്യലി നമുക്കൊരു ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് നമുക്ക് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻക്രീസ്ഡ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ലേറ്റർ എന്താണ്? പെർമനന്റ്ലി ഡിക്ലൈൻഡ് ആയി പോകും. ഇനിഷ്യൽ ഇൻക്രീസ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ, ലേറ്റർ ഡിക്ലൈൻസ്. അപ്പോ മിനിമം ടു ഒപ്റ്റിമം ടെമ്പറേച്ചർ വരെ ഡബിൾ ആവും ഫോർ എവറി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. അത് കഴിഞ്ഞ് ഓരോ 10 ഡിഗ്രി അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചും ഇനിഷ്യൽ ജസ്റ്റ് ഒരു സ്പൈക്ക് പോലെ ഇൻക്രീസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഡിക്ലൈൻഡ് ആയി പോകും. ഇത്രയാണ് 9th ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വൈ ഡസ് ദി റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിക്രീസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ? എന്തുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറയുന്നു, എൻസൈംസിനും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്റ്റിമം ടെമ്പറേച്ചർ റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓവറായിട്ട് എൻസൈംസിന്റെ ടെമ്പറേച്ചർ അവർ സസെപ്റ്റബിൾ ആവുന്ന ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അവർ പതുക്കെ ഡീനേച്ചേർഡ് ആയി പോകും. അങ്ങനെ വർക്ക് ചെയ്യാണ്ടാവും. അങ്ങനെ വർക്ക് ചെയ്യാണ്ടാവുമ്പോഴും നമ്മുടെ ലൈറ്റ് റിയാക്ഷന് പ്രത്യേകിച്ച് ഒന്നും പറ്റുന്നില്ല. പറ്റുന്നത് എൻസൈം കൺട്രോൾഡ് റിയാക്ഷൻ ആയ ഡാർക്ക് റിയാക്ഷൻ ആയിരിക്കും. ഇനി 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ഹൗ ഡ്യൂറിംഗ് ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ATP synthesis is a chemi-osmotic phenomenon. അപ്പൊ ലൈറ്റ് റിയാക്ഷന്റെ സമയത്ത് ATP അസിമിലേറ്ററി പവർ നാച്ചുറലി സിന്തസൈസ്ഡ് ആവുന്ന ഇത്രയും ക്ലാസ് ആയിട്ട് ഏതൊരാൾക്കും ചിന്തിക്കാണ്ട് പറയാൻ പറ്റും. കാരണം അതൊരു മില്യൺ ടൈംസ് റിപ്പീറ്റ് ഓൾറെഡി ചെയ്തതാണ്. അപ്പോ അങ്ങനെ ATP സിന്തസൈസ് ചെയ്യുന്ന ഏത് റിയാക്ഷൻ ആണ്? കെമി ഓസ്മോട്ടിക് ഫിനോമിനൻ ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വേണമെങ്കിൽ ഒന്നും കൂടി ബ്രീഫ്ലി പറഞ്ഞുതരാം. കെമി ഓസ്മോട്ടിക് ഫിനോമിനൻ എങ്ങനെയാണ് നടക്കുന്നത്. ഫസ്റ്റ് ഐ സ്റ്റാർട്ട് വിത്ത് വൈ ഷുഡ് കെമി ഓസ്മോട്ടിക് ഫിനോമിനൻ അക്കർ? എന്തുകൊണ്ട് അക്കർ ചെയ്യണം? എന്തിനാണ്? നമുക്കറിയാം കെമി ഓസ്മോട്ടിക് ഫിനോമിനൻ ഗിവ്സ് റൈസ് ടു അല്ലെങ്കിൽ റിലീസസ് ATP. അപ്പൊ ATP റിലീസിന് വേണ്ടിയാണ് കെമി ഓസ്മോട്ടിക് ഫിനോമിനൻ നടക്കുന്നത്. അപ്പൊ ATP റിലീസിന് വേണ്ടി നമുക്ക് ബേസിക്കലി കെമി ഓസ്മോട്ടിക് ഫിനോമിനൻ നടത്താൻ വേണ്ടി ATP ഉണ്ടാവാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് സെറ്റ് ചെയ്യണം. ഇനി ആ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി ഇസ് റിലീസ്ഡ് ആസ് പാർട്ട് ഓഫ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രോട്ടോൺ ഗ്രേഡിയന്റ് സെറ്റ് ആവുന്നതൊക്കെ ഓൾറെഡി പറഞ്ഞു. വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ, പ്രൈമറി അക്സെപ്റ്റർ ഇലക്ട്രോൺ ക്യാരിയറിന് പകരം ഹൈഡ്രജൻ കാരിയറിലേക്ക് കൊടുക്കുമ്പോൾ ഹൈഡ്രജൻ കാരിയർ ഇലക്ട്രോൺ മാത്രം പോരാ നമുക്ക് കൈമാറാൻ വേണ്ടി. അപ്പോൾ ഹൈഡ്രജന്റെ കുറവുള്ളതുകൊണ്ട് അത് നമ്മുടെ സ്ട്രോമയിൽ നിന്ന് എടുത്ത് ലൂമനിലേക്ക് പാസ് ഡൗൺ ചെയ്യും. ആൻഡ് അങ്ങനെ സ്ട്രോമയിൽ എന്ത് പറ്റും? അഗെയിൻ H+ന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. ആൻഡ് അതേപോലെ തന്നെ NADP റിഡക്ടേസ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതിന് ഫൈനൽ റിഡക്ഷൻ നടക്കണമെങ്കിൽ ഒരു H+ ആവശ്യമുണ്ട്. അതും സ്ട്രോമയിൽ നിന്ന് എടുത്ത് ലൂമനിൽ കൊണ്ടിടും. അഗെയിൻ ഡിക്രീസിംഗ് ദി കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻ സ്ട്രോമ. അപ്പൊ ഇത്രയും കാര്യങ്ങളോട് H+ ഗ്രേഡിന്റെ സെറ്റായി. ഇനി സെറ്റായ സാധനം ബ്രേക്ക് ചെയ്യണം. അപ്പോ സെറ്റ് ആവുന്നതിന് മുമ്പ് H+ ഉള്ളിലോട്ട് വന്നിരുന്ന എങ്ങനെയാണ്? പമ്പ് യൂസ് ചെയ്താണ്. അതായത് പ്രോട്ടോൺ പമ്പ് യൂസ് ചെയ്താണ് ഉള്ളിലോട്ട് ഫ്രം സ്ട്രോമ ടു ലൂമൻ. അതൊരു സെന്റൻസ് ആണ് NCERT. പ്രോട്ടോൺ പമ്പ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രോമ ടു ലൂമൻ H+ ട്രാവൽ ചെയ്തത്. പക്ഷെ തിരിച്ചവര് പോകുന്നത് എങ്ങനെയാ? ചില ചാനൽസ് ഉണ്ട്. ആ ചാനൽസിലൂടെ ഡിഫ്യൂഷൻ വഴിയാണ്. ഈ ടേം പറഞ്ഞിട്ട് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ് പറഞ്ഞിട്ടുണ്ട്. ഡിഫ്യൂഷൻ വഴിയാണ് ഉള്ളിൽ നിന്ന് ലൂമന്റെ സ്ട്രോമയിലേക്ക് H+ പോകുന്നത്. അപ്പോ അങ്ങനെ H+ ഉള്ളിൽ നിന്ന് ലൂമനിന്ന് സ്ട്രോമയിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ ATP സിന്തേസിന്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. ആൻഡ് അതാണ് ഈ ചാനൽ. അപ്പൊ അതിന് രണ്ട് പാർട്ടുണ്ട്, F0 ആൻഡ് F1. F1 ആണ് ഈ കാണുന്ന ഹെഡ്. F0 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ പാർട്ട്, അതായത് ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദി തൈലക്കോയിഡ് മെംബ്രെയിൻ. ഇനി അതിലേക്കൂടി ഡിഫ്യൂസ്ഡ് ആവുമ്പോൾ എന്ത് പറ്റുന്നു? ഈ ചാനലിലേക്കൂടി ഡിഫ്യൂസ്ഡ് ആവുമ്പോൾ കുറച്ച് എനർജി ഇസ് റിലീസ്ഡ്. ആൻഡ് ഈ റിലീസ് ചെയ്യുന്ന എനർജി എന്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു? നമ്മുടെ ഹെഡ് അല്ലെങ്കിൽ F1 പ്രസന്റ് ആയിരിക്കുന്ന ATP സിന്തേസ് എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈം എന്ത് ഫോം ചെയ്യുന്നു? ATP ഫോം ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനെ ചോദിച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് സമയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കാരണം ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് എടുത്ത് ഈ ഹോൾ പ്രോസസ്സ് എങ്ങനെയാണ് ബ്രീഫ് ചെയ്തിരുന്നു സൈനോപ്സിസിൽ. ഒന്നും കൂടി കാണണമെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 10th ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സ്പ്ലെയിൻ കെമി ഓസ്മോട്ടിക് ഫിനോമിനൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ത് എഴുതണം? ഓർഡർ ഓഫ് റൈറ്റിംഗ് ജസ്റ്റ് ഞാൻ പറയാം. ആൻസർ എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് തുടങ്ങുക. അപ്പോ ഡ്യൂറിങ് ലൈറ്റ് റിയാക്ഷൻ എന്തൊക്കെ നടന്നു നമ്മൾ എഴുതുക. എന്ത് നടന്നു? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടന്നു. ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്റെ പ്രോസസ്സിന്റെ ഉള്ളിൽ തന്നെ എന്ത് പറ്റുന്നുണ്ട്? H+ നമുക്ക് H+ ഗ്രേഡിയന്റ് സെറ്റ് ആവുന്നുണ്ട്. എങ്ങനെ? പ്രോസസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിനുള്ളിൽ. NADP റിഡക്ടേസിന്റെ എൻസൈം കാരണം നടക്കുന്നുണ്ട്. ആൻഡ് ഈ ഇലക്ട്രോൺസിന്റെ കൈ മാറുമ്പോൾ
ഹൈഡ്രജൻ കാരിയറിലേക്ക് കൊടുക്കുന്നത് കൊണ്ടും ഹൈഡ്രജൻ ഇസ് ബീങ് ഡിപ്ലീറ്റഡ് അല്ലെങ്കിൽ ടേക്കൺ ഫ്രം സ്ട്രോമ ആൻഡ് പാസ്ഡ് ഓൺ ടു ലൂമൻ. അപ്പൊ H പ്ലസ് ഗ്രേഡിയന്റ് സെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ 3 ഈവന്റ്സ് ഞാൻ ഓൾറെഡി താഴെ ഇപ്പൊ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താണ്. 3 വാട്ടർ സ്പ്ലിറ്റിംഗ്, രണ്ടാമത്തെ ഫസ്റ്റ് കൊടുക്കുന്ന ഇലക്ട്രോൺ കാരിയറിന് അല്ല, ഹൈഡ്രജൻ കാരിയറിനാണ്, അത് രണ്ടാമത്തെ ഇവന്റ്. ആൻഡ് തേർഡ് ഇവന്റ് എന്താണ് പറഞ്ഞത്, NADP റിഡക്ടേസിന്റെ ആക്ടിവിറ്റി കാരണം ഹൈഡ്രജൻ H പ്ലസ് ഇസ് ബീങ് ടേക്കൺ ഫ്രം സ്ട്രോമ ആൻഡ് ഗിവൺ ടു ലൂമൻ. അപ്പൊ ഈ 3 ഇവന്റ്സിന്റെ കോൺസിക്വൻസ് ആയിട്ട് എന്ത് പറ്റുന്നു, H പ്ലസ് ഗ്രേഡിയന്റ് സെറ്റ് ആവുന്നു. അതായത് H പ്ലസ് ഗ്രേഡിയന്റ് സെറ്റ് ആവുന്നു. കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് എഴുതാം. H പ്ലസ് ഇൻ സ്ട്രോമ ഡിക്രീസസ് ആൻഡ് അക്യുമുലേറ്റ്സ് ഇൻ ലൂമൻ. അപ്പൊ H പ്ലസ് ഗ്രേഡിയന്റ് എവിടെ കൂടി, ഇൻക്രീസസ് ഇൻ ലൂമൻ. അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോൾ PH ഡിക്രീസസ്. ഇനി ഇങ്ങനെയുള്ള ഹൈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് കാരണം ഏത് പ്രോസസ്സ് നടക്കുന്നു, ഇറ്റ് ലീഡ്സ് ടു കെമി ഓസ്മോസിസ്. ഇപ്പൊ കെമി ഓസ്മോസിസ് നടക്കുന്നു. ആൻഡ് വെൻ പ്രോട്ടോൺസ് ഏതിൽ കൂടി പാസ് ചെയ്യുന്നു, തിരിച്ചു പോകാൻ വേണ്ടി പ്രോട്ടോൺസ് പാസ് ത്രൂ CF0 F0 ചാനൽ. CF0 ചാനൽ എന്ന് പറഞ്ഞാൽ F0 ചാനൽ അതിന്റെ പുതിയ പേരാണ് CF0 CF1. അപ്പൊ CF0 ചാനലിലേക്ക് കൂടി പോകുമ്പോൾ ഇറ്റ് ബ്രിങ്സ് അബൌട്ട് എ കൺഫർമേഷണൽ ചേഞ്ച് ഇൻ CF1. അതിന്റെ സ്ട്രക്ചർ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. അതിന്റെ ഒരു ഉണ്ട പോലത്തെ സ്ട്രക്ചർ ആണ് ഹെഡിന്. ആൻഡ് അവിടെ കൺഫർമേഷണൽ ചേഞ്ച് നടക്കും. അവിടെയാണ് ATP സിന്തേസ് എൻസൈം പ്രസന്റ് ആയിട്ടുള്ളത്. കൺഫർമേഷണൽ ചേഞ്ച് ഇൻ CF1. അങ്ങനെ എന്ത് കൺവേർട്ടഡ് ആവാണ്, ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എന്തുണ്ടാക്കാണ്, ATP ഉണ്ടാക്കാണ്. അപ്പൊ ഈ പ്രോസസ്സ് ഫൈനലി നടക്കുന്നു ആൻഡ് ATP സിന്തസിസ് നടക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഏത് ചോദിച്ചാൽ പറഞ്ഞ കെമി ഓസ്മോസിസ് ചോദിച്ചാൽ പറയുന്നത്. ഇനി 11th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ഔട്ട് ഹൗ മെൽവിൻ കാൽവിൻ വർക്ക്ഡ് ഔട്ട് ദി കംപ്ലീറ്റ് ബയോസിന്തറ്റിക് പാത്വേ ഫോർ ദി സിന്തസിസ് ഓഫ് ഷുഗർ. മെൽവിൻ കാൽവിൻ വർക്ക്ഔട്ട് ചെയ്ത പാത്വേ ഏതാന്ന് നമുക്കറിയാം, C3 പാത്വേ അല്ലെങ്കിൽ C3 സൈക്കിൾ. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇപ്പോ ആദ്യം എഴുതണം, മെൽവിൻ കാൽവിൻ പാത്വേ എന്ന് വിളിക്കുന്ന പാത്വേ ഏതാണ്, നമ്മുടെ C3 പാത്വേ അല്ലെങ്കിൽ C3 സൈക്കിളിനോ മെൽവിൻ കാൽവിൻ സൈക്കിളിനോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോ ഇത് എങ്ങനെയാണ് എക്സ്പെരിമെന്റലി ഇയാൾ കണ്ടക്ട് ചെയ്തത്, കംപ്ലീറ്റ് ബയോസിന്തറ്റിക് പാത്വേ എങ്ങനെയാണ് അയാൾ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് അയാൾ ഫോളോ ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് നമുക്കറിയാം, ഹി യൂസ്ഡ് റേഡിയോ ആക്റ്റീവ് കാർബൺ 14. ആൻഡ് ഈ റേഡിയോ ആക്റ്റീവ് കാർബൺ 14 ഉപയോഗിച്ചു ആര്, നമ്മുടെ മെൽവിൻ കാൽവിനും അയാളുടെ ഹെൽപ്പേഴ്സും. ആൻഡ് ഏത് ആൽഗയിൽ ഉപയോഗിച്ചു, ഇത് ഉപയോഗിച്ചു ഇൻ ഒരു ആൽഗെ. ആ ആൽഗയുടെ പേരെന്താണെന്നും ക്വസ്റ്റ്യന് ചോദിക്കും, MCQ ചോദിക്കാം. വിച്ച് ഇസ് ക്ലോറെല്ല. ക്ലോറെല്ല എന്ന് പറയുന്ന ഒരു ആൽഗയില് അല്ല ഫോട്ടോസിന്തറ്റിക് സ്റ്റഡീസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് റേഡിയോ ആക്റ്റീവ് C14 ഉപയോഗിച്ചു. ആൻഡ് അതിൽ അയാൾ എന്ത് കണ്ടുപിടിച്ചു, ഫസ്റ്റ് ഫിക്സേഷൻ പ്രോഡക്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്ത് ഫസ്റ്റ് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഒരു 3 കാർബൺ ഉള്ള ഓർഗാനിക് ആസിഡ് ആണ് കണ്ടുപിടിച്ചു. പിന്നീട് നമുക്ക് മനസ്സിലായത് ഏതാണ്, 3-phosphoglyceric ആസിഡ് ആണ്. അപ്പൊ അയാൾ ഇത്രേ കണ്ടുപിടിച്ചുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് അയാൾ എന്ത് ചെയ്തു, ഈ റേഡിയോ ആക്റ്റീവ് C14 അവര് ഇൻസേർട്ട് ചെയ്തു. ആൻഡ് അതിന് ഫിക്സേഷൻ പ്രോഡക്റ്റിലും അവര് ഇതേ കാർബൺ തന്നെയാണോ ഉണ്ടോ നോക്കിയപ്പോ അവർക്ക് കിട്ടി. അപ്പൊ ഫസ്റ്റ് ഫിക്സേഷൻ പ്രോഡക്റ്റ് നമുക്ക് ഒരു 3 കാർബൺ ഓർഗാനിക് ആസിഡ് ആയിട്ട് കിട്ടി. ഇനി അവര് ആൽഗെ യൂസ് ചെയ്ത് എന്ത് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, അവര് എന്ത് ഫോളോ ചെയ്തു, ആൽഗയുടെ ഗ്രോത്ത്, ആൽഗൽ ഗ്രോത്ത് എന്ന് എഴുതാം. ആൽഗൽ ഗ്രോത്ത് വാസ് ഫോളോഡ് അല്ലെങ്കിൽ ഒബ്സർവ്ഡ് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് അവര് ഒബ്സർവ് ചെയ്തു ഗ്രോത്ത് ഓഫ് ആൽഗെ എങ്ങനെയാണ് നടക്കുന്നത്. ആൻഡ് അവരുടെ ഗ്രോത്ത് ഓഫ് ആൽഗൻ ആക്ച്വലി അവർ സ്റ്റോപ്പ് ചെയ്തു ഡിഫറെന്റ് സ്റ്റേജസ്. അതായത് ഫോട്ടോസിന്തസിസ് ടൈം ടേക്കിംഗ് പ്രോസസ്. ആ പ്രോസസ്സിന്റെ ഇടക്കിടക്ക് ഓരോന്നും അവര് ഈ ആൽഗൽ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ആൻഡ് അവര് പേപ്പർ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്ത് അവര് എന്ത് ഐഡന്റിഫൈ ചെയ്തു, ചെറിയ ക്വാണ്ടിറ്റീസ് ഓഫ് ന്യൂ റേഡിയോ ആക്റ്റീവ് കാർബൺ കണ്ടെയ്നിങ് കമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ആൽഗൽ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവർ അതിന്റെ ഇടക്ക് എന്ത് ചെയ്തു, പേപ്പർ ക്രോമാറ്റോഗ്രഫി ചെയ്തു ടു ഐഡന്റിഫൈ റേഡിയോ ആക്റ്റീവ് കമ്പൗണ്ട്സിന്റെ ക്വാണ്ടിറ്റീസ്. ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു ഹോൾ ആൽഗൽ ഗ്രോത്തിനെ ഫോളോ ചെയ്ത് അതിന്റെ ഓരോ മൈനർ ക്വാണ്ടിറ്റീസ് എന്താ ഉണ്ടാവുന്നതെന്ന് പോലും അറിയില്ല. പക്ഷെ അതിങ്ങനെ
പ്രൊക്യൂർ ചെയ്ത് അത് പേപ്പർ ക്രോമാറ്റോഗ്രാഫിക്ക് അയച്ച് അതിന്റെ പ്രോഡക്ട്സ് ഏതായിരിക്കും ഉള്ളതെന്നൊക്കെ കണ്ടുപിടിച്ച് ഒരു ഇത്രയും ഡിഫിക്കൾട്ട് പ്രോസസ് ആയിരിക്കും അയാൾ ചെയ്തിട്ടുണ്ടാവുന്നത്. എന്തിന്? ഈ C3 പാത്ത് ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് കമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ആയിട്ടുള്ള പ്രോസസ്സസ് അയാൾ ഒബ്സർവ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് പറ്റി? ദേ കുഡ് ഐഡന്റിഫൈ മോസ്റ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് photosynthesis. Identify most of the chemical reactions in dark reaction of photosynthesis. And അയാൾ ഇത് കൂടാണ്ട് വേറൊന്നും കൂടെ ചെയ്തിരുന്നു. എന്താണ്? ഇതിൽ ഓക്സിജൻ എവല്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ അയാൾ ഓക്സിജന്റെ പാത്ത് ഫോളോ ചെയ്യാൻ വേണ്ടി അയാൾ വേറെ ചില ടെക്നിക്സ് ഉപയോഗിച്ചു. അതത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഹി ഓൾസോ യൂസ്ഡ് ഐസോടോപ്സ് ഉപയോഗിച്ച് ട്രേസ് ചെയ്യുന്ന ടെക്നിക് ടു ഫോളോ path of oxygen in photosynthesis and a complete biosynthetic pathway of dark reaction അയാൾ ഫോർമുലേറ്റ് ചെയ്തെടുത്തു. അപ്പൊ ഈ ക്വസ്റ്റൻ ആൻസർ ചോദിച്ചാൽ എന്തുകൊണ്ട് അയാൾ എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്ത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് റേഡിയോ ആക്റ്റീവ് C14 ആൻഡ് ആൽഗ വിച്ച് ഇസ് ക്ലോറില്ല. ആൻഡ് അതിൽ ഫസ്റ്റ് ഒരു 3 കാർബൺ ഓർഗാനിക് ആസിഡ് ആണെന്ന് വിളിച്ചു. അയാൾ പേരിട്ടു C3 സൈക്കിൾ എന്ന് വിളിച്ചു. ആൻഡ് ആൽഗൽ ഗ്രോത്തിന്റെ ഇടക്കിടക്ക് ഓരോ സ്റ്റേജസിലും അയാൾ എന്താണ് കമ്പൗണ്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ പേപ്പർ ക്രോമാറ്റോഗ്രാഫി ചെയ്തു. ആൻഡ് അവര് ആ പേപ്പർ ക്രോമാറ്റോഗ്രാഫിയിലെ പ്രോസസ്സിന്റെ പേപ്പർ ക്രോമാറ്റോഗ്രാഫിയിലെ എൻഡ് പ്രോഡക്ട്സ് ഐഡന്റിഫൈ ചെയ്തതിനനുസരിച്ച് അവര് അത് ഏതൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് ആയിരിക്കും നടക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആൻഡ് ഫൈനലി എന്ത് ചെയ്തു? ഡാർക്ക് റിയാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സൈക്കിൾ ആയിട്ടുള്ള ബയോസിന്തറ്റിക് പാത്വേ ആയിട്ടുള്ള കാൽവിൻ സൈക്കിൾ അയാൾ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി 12th ക്വസ്റ്റ്യന്റെ കടക്കാണ്. 12th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് 12th ക്വസ്റ്റ്യൻ 6 turns of Calvin cycle are required to generate 1 mole of glucose. Explain ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്ത് 12th ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതിന്റെ ആൻസർ എങ്ങനെയാണ്. നമുക്കറിയാം C3 സൈക്കിളിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഇനി ഒരു സൈക്കിളിന് നമ്മൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്ലാന്റ് ഫിക്സ് ചെയ്തത്. അപ്പോ നമുക്കറിയാം നമുക്ക് ഉണ്ടായി വരുന്ന പ്രോഡക്റ്റ് ഏതാണ്? വിച്ച് ഇസ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് എടുത്ത് നോക്കിയാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൈക്കിളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരൊറ്റ കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കേണ്ട പ്രോഡക്റ്റിന് 6 കാർബൺ കണ്ടെയ്നിങ് ആണ്. 6 കാർബൺ കണ്ടെയ്നിങ് ആവണമെങ്കിൽ ഈ ഒരു സൈക്കിള് ഒരു തവണ നടത്തിയാൽ പോരാ, അത് എത്ര തവണ നടത്തണം? 6 times നടത്തണം. അപ്പൊ 6 സൈക്കിൾ റൺ ചെയ്യും ടു സിന്തസൈസ് എന്ത്? ഗ്ലൂക്കോസ്. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം, CH2O. എന്നാണ് നമ്മൾ എല്ലാ കാർബോഹൈഡ്രേറ്റ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ബയോമോളിക്യൂൾസ് പഠിച്ചതുപോലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതില് ഈ N ഇവിടെ എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പൊ ഒരു സൈക്കിളിൽ ഒരു CO2 ഫിക്സേഷൻ പ്രോഡക്റ്റ് ചെയ്താൽ ഒരു CH2O എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാവുന്നു. അപ്പൊ 6 times പെർഫോം ചെയ്ത ഫൈനലി C6H12O6 ഉണ്ടാവുന്നു. ഇതാണ് 12th ക്വസ്റ്റ്യന് ആൻസർ. ഇനി 13th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഫോർ സൈക്ലിക് photosphorylation of photosystem 1. photosystem 1-ലെ ഫോസ്ഫോറിലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് കംപ്ലീറ്റ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോ ഇത് ഏതാണ് NCERT-യിലെ ഡയഗ്രാം ആണ്. ഇവിടെ ഈ സൈക്കിൾ എങ്ങനെയാണ് നടക്കുന്നത്? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടാന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എന്തായിരിക്കും? എന്തോ ഒരു സാധനം ഇവിടുന്ന് വരുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു സാധനം ഇവിടുന്ന് വന്നു കഴിയുമ്പോൾ എങ്ങോട്ടേക്ക് പോകും? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇത് നടക്കുന്നത് എങ്ങനെയാ? ഇവിടുന്ന് ഇങ്ങനെ. അപ്പോ ഇത് ക്ലോറോഫിലിന്റെ എന്തോ ഒരു പാർട്ടാണ് ഇത് നമുക്കറിയാം. എന്തായിരിക്കും ഇത്? ക്ലോറോഫിലിന്റെ PS ഏതാണ് ചോദിച്ചിരുന്നത്? ഫോട്ടോസിസ്റ്റം 1-ന്റെ ആണ് ചോദിച്ചത്. അപ്പൊ ഇത് ഏതായിരിക്കും? PS1 അല്ലെങ്കിൽ P700 ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? P700. ഇനി ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പൊ ഇലക്ട്രോൺസ് എത്തുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ഇനി ഇലക്ട്രോൺ ആക്സെപ്റ്ററിന്റെ അടുത്ത് പോയി ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി അവർ തിരിച്ച് P700ലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇനി ഇതെന്തായിരിക്കും? സംതിങ് ഇസ് റിക്വയർഡ് ഫോർ ദിസ് സൈക്ലിക് photosphorylation ടു ബി അക്കറിങ്. അതെന്തായിരിക്കും? ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ഫോട്ടോ. എന്തായിരിക്കും? ലൈറ്റ് ഇസ് റിക്വയർഡ്. അപ്പൊ ഇതെന്തായിരിക്കും? ലൈറ്റ്. അപ്പൊ ഇത്രയാണ് 13th ക്വസ്റ്റ്യൻ ആൻസർ. ജസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചെയ്താൽ മതി. ഇനി 14th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ വാട്ട് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഡു യു കം അക്രോസ് plants anatomy? To which conditions are those plants better adapted? How are these plants better adapted than the plants which lack this anatomy? അപ്പോ ഏത് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് നമ്മൾ പ്ലാന്റ്സ് അനാറ്റമി ഇതുവരെ കണ്ടിരിക്കുന്നത്? C4
പ്ലാന്റ്സിലാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി C4 പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഷുഗർ കെയിൻ പറയാം, മെയ്സ് പറയാം, പിന്നെ ഏതാ അമരാന്തസ് പറയാം. ഇതൊക്കെ C4 പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ഇവരുടെ പ്രത്യേകത ക്രാൻസ് അനാറ്റമി. ക്രാൻസ് അനാറ്റമിയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ വാസ്കുലർ ബണ്ടിൽസ് കാണാൻ പറ്റും. ആൻഡ് ഈ വാസ്കുലർ ബണ്ടിൽസ് ഒരു റീത്ത് പോലെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആസ് ഇൻ ഇറ്റ് ഇസ് സറൗണ്ടഡ് ബൈ ബണ്ടിൽ ഷീറ്റിലെ വലിയ 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 സെൽസ്. ലാർജ് പാരൻകൈമാറ്റസ് സെൽസ് കോൾഡ് ബണ്ടിൽ ഷീറ്റ് സെൽസ്. ഇനി ഈ ബണ്ടിൽ ഷീറ്റ് സെൽസിനെ ഇവിടെ വാസ്കുലർ ബണ്ടിൽ ഉണ്ട് ആൻഡ് ഇവിടെ വലിയ വലിയ ഷീറ്റ് ഓഫ് ലാർജ് പാരൻകൈമാറ്റസ് സെൽ കോൾഡ് ബണ്ടിൽ ഷീറ്റ് സെൽസ് ഉണ്ട്, വിച്ച് ഇസ് ഇൻ ടേൺ സറൗണ്ടഡ് ബൈ നമ്മുടെ മീസോഫിൽ സെൽ. ഇൻ ടേൺ സറൗണ്ടഡ് ബൈ മീസോഫിൽ സെൽസ്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെങ്കിൽ ഇവരെ ക്ലോറോപ്ലാസ്റ്റും എങ്ങനെയായിരിക്കും? രണ്ട് ടൈപ്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും. അതായത് ബണ്ടിൽ ഷീറ്റിലെ ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ ബണ്ടിൽ ഷീറ്റ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിച്ചു, ആൻഡ് പുറത്തുള്ള മീസോഫിലിന്റെ ക്ലോറോപ്ലാസ്റ്റിനെ മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിച്ചു. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബണ്ടിൽ ഷീറ്റ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റ്. ഇനി ബണ്ടിൽ ഷീറ്റ് സെൽസ് ഓൾറെഡി വലിയ വലിയ ലാർജ് പാരൻകൈമാറ്റസ് എന്ന് പറഞ്ഞു. അവരുടെ ക്ലോറോപ്ലാസ്റ്റും എങ്ങനെയായിരിക്കും? ലാർജർ ആയിരിക്കും. അപ്പൊ മീസോഫിൽ എങ്ങനെയായിരിക്കും? സ്മോളർ ആയിരിക്കും. ഇനി അതിന്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഗ്രേന എന്ന് പറഞ്ഞ സാധനം, അതായത് ദേ ലാക്ക് ഗ്രേന. അവരുടെ ക്ലോറോപ്ലാസ്റ്റ് എങ്ങനെയായിരിക്കും? ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും. ആൻഡ് മീസോഫിൽ എങ്ങനെയാണ്? ദേ പൊസസ് എന്ത്? ഗ്രേന. അപ്പൊ അവരുടെ ഗ്രേനൽ ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും. ഗ്രേന എന്താന്ന് അറിയാലോ? ഇതിന്റെ തൈലക്കോയിഡിന്റെ ഓരോ സിംഗിൾ യൂണിറ്റ് തൈലക്കോയിഡ് ആണെങ്കിൽ ഈ ഹോൾ സ്റ്റാക്കിന് നമ്മൾ ഗ്രേന എന്ന് വിളിക്കും. കോയിൻ സ്റ്റാക്ക് പോലെ ഇമാജിൻ ചെയ്താൽ മതി. ഇവിടെ ഗ്രേനൽ ക്ലോറോപ്ലാസ്റ്റ്. ഇനി ഈ ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റിന് അതിന്റെ കൂടെ തന്നെ അവർക്ക് എന്തും കൂടി ഉണ്ട്? സ്റ്റാർച്ച് ഗ്രെയിൻ കണ്ടെയ്നിങ് ആണ്. അവർ കണ്ടെയ്ൻ സ്റ്റാർച്ച് ഗ്രെയിൻ. ഇവിടെ സ്റ്റാർച്ച് ഗ്രെയിൻ എന്താണ്? ആബ്സെന്റ് ആണ്. ദേ ലാക്ക് സ്റ്റാർച്ച് ഗ്രെയിൻസ്. ആയിരിക്കും നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്. സ്റ്റാർച്ചിന്റെ ഡയഗ്രം നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രത്തിൽ ഭയങ്കര വ്യക്തമായിട്ട് കൊടുത്തിരുന്നു. എങ്ങനെ ഒരു പർപ്പിൾ കളറിൽ ഈസിലി ഐഡന്റിഫയബിൾ ആയിട്ട്. ഇതിലേതാണ്? ഇതാണ് നമ്മുടെ സ്റ്റാർച്ച് ഗ്രെയിൻ. ഇത് ഏതിലില്ല? എ ഗ്രാനൽ ആവുമ്പോൾ അത് കണ്ടെയ്നിങ് ആണ്. ദേ ഹാവ് സ്റ്റാർച്ച് ഗ്രെയിൻസ്. പക്ഷെ മറ്റേതിൽ ആബ്സെന്റ് ആയിരിക്കും. ഇനി ബണ്ടിൽ ഷീറ്റിന്റെ ക്ലോറോപ്ലാസ്റ്റിന്റെ അടുത്ത പ്രത്യേകത എന്തായിരിക്കും? അവർക്ക് റുബിസ്കോ പ്രസന്റ് ആയിരിക്കും. അതേസമയം മറ്റൊരിടത്ത് എങ്ങനെയാണ്? റുബിസ്കോ പ്രസന്റ് ആണ്. പക്ഷെ ബണ്ടിൽ ഷീറ്റ് സെൽസ് ലാക്ക് എന്ത്? പെപ് കേസ്. അപ്പൊ പെപ് കേസ് ഇവിടെ ആബ്സെന്റ് ആയിരിക്കും. റുബിസ്കോ മറ്റൊരിടത്തും പ്രസന്റ് ആയിരിക്കും. ഇനി രണ്ടാളുടെ പ്രത്യേകത എന്താ? ദേ ആർ ബണ്ടിൽ ഷീറ്റ് സെൽസ് ഒക്കെയാണ്. ദേ ആർ വെൽ പ്രൊട്ടക്റ്റഡ് ഫ്രം ഓക്സിജൻ ബീങ് റിലീസ്ഡ് ഫ്രം മീസോഫിൽ സെൽസ്. അതായത് നമുക്കറിയാം മീസോഫിൽ സെൽസ് റിലീസ് ചെയ്യുന്നതാണ് ഏത്? ദേ ഇവോൾവ് ഓക്സിജൻ ആൻഡ് അതർ അസിമിലേറ്ററി പവേഴ്സ്. കാരണം എന്താ? നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിൽ ലൈറ്റ് റിയാക്ഷൻ വഴി ഉണ്ടാവുന്ന ATP NADPH പിന്നെ ഡാർക്ക് റിയാക്ഷനിലേക്ക് പോകണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അങ്ങനെയാണ് അവർക്ക് ഓക്സിജൻ എവല്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ മീസോഫിൽ സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് ടു പെർഫോം ലൈറ്റ് റിയാക്ഷൻ. ആൻഡ് അതിന്റെ കൂടെ തന്നെ ലൈറ്റ് റിയാക്ഷന്റെ പാർട്ടായിട്ട് ദേ ഇവോൾവ് ഓക്സിജൻ, പ്രൊഡ്യൂസ് നമ്മുടെ അസിമിലേറ്ററി പവേഴ്സ് ATP ആൻഡ് NADPH. ഇതൊന്നും ഏതിൽ കാണാൻ പറ്റില്ല? നമ്മുടെ ബണ്ടിൽ ഷീറ്റ് സെൽസിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഷീറ്റ് ക്ലോറോപ്ലാസ്റ്റിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഇത്രയും എന്തായി നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ബണ്ടിൽ ഷീറ്റ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മീസോഫിൽ സെല്ലിന്റെ ക്ലോറോപ്ലാസ്റ്റ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ടു വിച്ച് കണ്ടീഷൻസ് ആർ ദോസ് പ്ലാന്റ്സ് ബെറ്റർ അഡാപ്റ്റഡ് എന്നാണ് ചോദിച്ചിരുന്നത്. എങ്ങനെയാണ്? C4 പ്ലാന്റ്സ് ആർ ബെറ്റർ അഡാപ്റ്റഡ് ടു NCERT-ലെ സെന്റൻസ് ആണ്. ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ്സിലേക്ക് അവർ കൂടുതൽ അഡാപ്റ്റഡ് ആയിരിക്കും. അപ്പൊ ദേ ആർ അഡാപ്റ്റഡ് ടു ഡ്രൈ അല്ലെങ്കിൽ ഡ്രോട്ട് അല്ലെങ്കിൽ ഡെസിക്കേറ്റിംഗ് ക്ലൈമറ്റിനോട് അവർ അഡാപ്റ്റഡ് ആയിരിക്കും. ഇനി ഹൗ ആർ ദീസ് പ്ലാന്റ്സ് ബെറ്റർ അഡാപ്റ്റഡ് ദാൻ ദി പ്ലാന്റ്സ് വിച്ച് ലാക്ക് ദിസ് അനാറ്റമി? ഈ അനാറ്റമി കൊണ്ടുള്ള അവരുടെ പ്രത്യേകതകൾ എന്തായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഗുണങ്ങൾ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? നമുക്കറിയാം C4 സൈക്കിൾ ആണ് ഇത്തരം പ്ലാന്റ്സിന് കാണാൻ പറ്റുക. അപ്പൊ ഒരു 2 കാർബോക്സിലേഷൻ റിയാക്ഷൻ ഉണ്ട്. ആ 2 കാർബോക്സിലേഷൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഫസ്റ്റ് നടക്കുന്നത് മീസോഫിലായിരിക്കും. അത് കഴിഞ്ഞ് ബണ്ടിൽ ഷീറ്റിലായിരിക്കും. അപ്പോ അവർക്ക് എന്ത് പറ്റും? ഫസ്റ്റ് റിയാക്ഷൻ മീസോഫിൽ നടക്കുമ്പോൾ
എന്നിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് ബണ്ടിൽ ഷീറ്റിലേക്ക് അവർ പ്രോഡക്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യും, മാലിക് ആസിഡ് ഒക്കെ ട്രാൻസ്ഫേർഡ് ആവും. ആൻഡ് ഇത് എന്താ ഒരു 3 കാർബൺ കമ്പൗണ്ട് ആക്കും വിച്ച് ഇസ് പൈറുവിക് ആസിഡ്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഒരു CO2 കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ദേ മെയിൻറ്റെയിൻ, അതാ അവിടെയാണ് ഇവിടുത്തെ ആ ക്വസ്റ്റിന്റെ ക്യാച്ച്. ദേ മെയിൻറ്റെയിൻ high concentration of CO2 in bundle sheath cells. Thus, അവർക്ക് ഗുണം എന്താ? No photo oxidation. Thus preventing photo oxidation, photo respiration. Thus preventing biologically waste process ആയിട്ടുള്ള ഫോട്ടോ റെസ്പിറേഷൻ. അപ്പൊ അവർക്ക് എങ്ങനെയായിരിക്കും കുറച്ചും കൂടി കൂടുതൽ എഫിഷ്യൻലി എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോസിന്തസൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ അറ്റ് ഹയർ ടെമ്പറേച്ചർ. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ എന്തുകൊണ്ടായിരിക്കും ഡ്രൈ ആൻഡ് ഡ്രോട്ട് ക്ലൈമറ്റ്സിൽ അവർ അഡാപ്റ്റഡ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ദേ ഓൾസോ കൺസേർവ് വാട്ടർ കൺസേർവിംഗ് കൂടിയാണ് അവര്. ഉള്ള വാട്ടർ വെച്ച് അവർക്ക് അവരുടെ പ്രോസസ് ഒക്കെ നടത്താൻ പറ്റും. അപ്പൊ ദേ കൺസേർവ് വാട്ടർ ഇൻ ടു മീസോഫിൽസ് മോർ ദാൻ സീൻ ഇൻ C3 പ്ലാന്റ്സ്. C3 പ്ലാന്റ്സിന്റെ വാട്ടർ കൺസേർവിംഗ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഒന്നുമില്ല. പക്ഷെ C4 പ്ലാന്റ്സിന് വാട്ടർ കൺസേർവിംഗ് നമുക്ക് കാണാൻ പറ്റും ഇൻ ദി മീസോഫിൽ സെൽസ്. ഇത്രയാണ് ഏത് ക്വസ്റ്റൻ ആൻസർ? 14th ക്വസ്റ്റൻ ആൻസർ. എന്തൊക്കെ പറഞ്ഞിരുന്നു? ട്രാൻസ് അനാറ്റമി എങ്ങനെയാണ് ഏത് പ്ലാന്റ്സിനാണ് കണ്ടതെന്ന് ചോദിച്ചു. ആൻഡ് ടു വിച്ച് കണ്ടീഷൻസ് ദേ ആർ അഡാപ്റ്റഡ്, ഡ്രൈ ഓർ ഡ്രോട്ട് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. അതിന്റെ കൂടെ തന്നെ ഹൗ ആർ ദീസ് പ്ലാന്റ്സ് ബെറ്റർ അഡാപ്റ്റഡ്, എങ്ങനെയാണ് ഹൈ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം, നോ ഫോട്ടോ റെസ്പിറേഷൻ, എഫിഷ്യൻലി ഫോട്ടോസിന്തസൈസ്. ആൻഡ് ഫൈനലി they also conserve water into mesophils more than seen in C3 plants. ഇത്രയാണ് 14th ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 15th ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഷോർട്ട് ആൻസർ ടൈപ്പിൽ 14 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ആൻഡ് വെരി ഷോർട്ടില് 11th ഉം 12th ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തിരുന്നു. താങ്ക് യു.